നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും അനിയന്ത്രിതമായ അരിവിലയിലെ വർധനവിനുമെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ.ബി. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇ. രമേശൻ, വി. കെ. മോഹനൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, സുധീർ പാടൂർ, ബിജേഷ് പന്നിപ്പുറത്ത്, റസിയ ഹബീബ്, ശാന്ത സോളമൻ എന്നിവർ സംസാരിച്ചു. വി. ബി. ലിബീഷ്, കിരൺ തോമസ്, എൻ. ബാലഗോപാലൻ, എൻ. എച്ച്. അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് സുരജ, ഷീജ രാജു, ജോജോ മാളിയേക്കൽ, അക്ബർ പട്ടാട്ട്, യു. നാരായണൻകുട്ടി, ആൻഡോ ജേക്കബ്, ഷാജു മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഹബീബ് വലപ്പാട് അനുസ്മരണവും സ്മൃതി പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. ഹബീബ് വലപ്പാട് അനുസ്മരണ വേദി സംഘടിപ്പിച്ച അനുസ്മരണം മുതിർന്ന പത്രപ്രവർത്തകൻ എം. പി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ഇമാം വലപ്പാട് അധ്യക്ഷത വഹിച്ചു. ഇമാം വലപ്പാട് രചിച്ച നോവലിലെ വെൺമഴിയിലെ വിശേഷങ്ങൾ പ്രൊഫസർ ടി. ആർ. ഹാരി പ്രകാശനം ചെയ്തു. കെ. ആർ. കിഷോർ പുസ്തകം പരിചയപ്പെടുത്തി. ആർ. ഐ. സക്കറിയ, ലിഷോയ് ആർ. എ, നൌഷാദ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ബാബു അപ്പാടൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ. ഗോവിന്ദൻ, നോവലിസ്റ്റ് ഹുസൈർ മുഹമ്മദ് എന്നിവർ സ്മൃതി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നോവലിസ്റ്റ് കെ. ജി. ശേഖരൻ, വത്സൻ പൊക്കാഞ്ചേരി, എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്, ഫോട്ടോഗ്രാഫർ ഇമാ ബാബു, നടൻ ഷൈജൻ ശ്രീവത്സം, ആയുർവേദ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പൊക്കാഞ്ചേരി, പൊതുപ്രവർത്തക ആനി ജോസഫ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഫൈസൽ മാഗ്നറ്റ്, ചിത്രകാരൻ രാധാകൃഷ്ണൻ ആത്മൻ, വലപ്പാട് GDM സ്കൂൾ ഹെഡ് മാസ്റ്റർ CK ബിജോയ്, നാട്ടുകാര്യം പത്രാധിപർ നൌഷാദ് പാട്ടുകുളങ്ങര, കവയിത്രി ചന്ദ്രതാര രാജേഷ് എന്നിവർ സ്മൃതി ആദരം ഏറ്റുവാങ്ങി. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായ ശാസ്താംപാട്ട് കലാകാരൻ AS രാജനെ അനുമോദിച്ചു. ചണ്ടവാദന കലാകാരൻ വാദ്യശ്രീ പഴുവിൽ രഘുമാരാർ രാജനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. അയ്യപ്പ സേവാ സമിതി ചെയർമാൻ ഇ. രമേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അന്തിക്കാട് പത്മനാഭൻ, നാരായണൻ നെച്ചിക്കോട്ട്, ദേവനന്ദ N എന്നിവർ സംബന്ധിച്ചു. AS രാജൻ മറുപടി പ്രസംഗം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് ശ്രീനാരായണ ഗുരുദേവൻ റോഡ് നാടിന് സമർപ്പിച്ചു. വാർഡ് മെമ്പർ ടോണിയ താണിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് കമ്മിറ്റി പ്രസിഡന്റ് ഷൺമുഖൻ മരോട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ സജീവ് വലിയപറമ്പിൽ, ഷിജു ചിറ്റോളി, രവീന്ദ്രൻ നടുപറമ്പിൽ, രാധാകൃഷ്ണൻ പുതുപ്പറമ്പിൽ, കണ്ണൻ ശാന്തി, സുനിൽ പാടൂർ എന്നിവർ സംസാരിച്ചു. 6-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച 8ാമത്തെ റോഡാണ് SN റോഡ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയ്ക്കാണ് 126 മീറ്റർ ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അന്തിക്കാട് ഹൈസ്കൂളിലെ 1974-75 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. കൂട്ടായ്മ പ്രസിഡന്റ് ബാബുരാജ് കാട്ടാനിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറുമായിരുന്ന മിനിയെ ആദരിച്ചു. കൂട്ടായ്മ സെക്രട്ടറി രാംദാസ് പാടൂർ, ഹർഷൻ PV, ജോർജ് CK, സുരേഷ് പാടൂർ, സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1984 SSLC ബാച്ചിൻ്റെ സ്കൂൾ വാട്സപ്പ് കൂട്ടായ്മ സംഗമം ചേർന്നു. സ്കൂളിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഉദ്ഘാടനം മുൻ അധ്യാപിക ദേവിക നിർവഹിച്ചു. ജിജു അരയംപറമ്പിൽ അധ്യക്ഷനായി. അധ്യാപികമാരായ നിർമ്മല, പ്രമീള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ശിവ പ്രദീപ്, സചിത്രൻ തയ്യിൽ, ഫെർണാണ്ടസ്, ഗീത രവീന്ദ്രൻ, പ്രിയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.